ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 27ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പുതിയ ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 21 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് വ്യക്തമായിക്കൊണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ താരം അത് ബെഞ്ചമിൻ സെസ്കോയാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ട് എന്നത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ്. എന്നാൽ മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡ് കൂടി സെസ്കോക്ക് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ന്യൂകാസിലിന്റെ സ്ട്രൈക്കറായ ഇസാക്ക് ക്ലബ്ബ് വിടുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിക്കൊണ്ടാണ് ഇസാക്കിന്റെ സ്ഥാനത്തേക്ക് ബെഞ്ചമിൻ സെസ്കോയെ ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് പരിഗണിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ താരം അത് റഹീം സ്റ്റെർലിംഗ് ആണ്. ഈ താരം ചെൽസി വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളിക്ക് സ്വയം ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാപ്പോളി ഇദ്ദേഹത്തെ കൂടാതെ മറ്റു 2 വിങ്ങർമാരെ കൂടി പരിഗണിക്കുന്നുണ്ട്. എൻഡോയെ അതുപോലെ തന്നെ കുബോ എന്നിവരാണ് ആ 2 താരങ്ങൾ. സ്റ്റെർലിങ്ങിനെ പെർമനന്റ് ഡീലിൽ കൈവിടാനാണ് ചെൽസി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ലോൺ അടിസ്ഥാനത്തിൽ കൈമാറാൻ അവർക്ക് താല്പര്യമില്ല. ഇനി മൂന്നാമത്തേത് ലൂയിസ് സുവാരസ് ആണ്. അതായത് സ്പാനിഷ് ക്ലബ്ബായ അൽമേരിയക്ക് വേണ്ടി കളിക്കുന്ന സ്ട്രൈക്കറാണ് സുവാരസ്. അദ്ദേഹത്തെ പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിംഗ് സ്വന്തമാക്കി കഴിഞ്ഞു. 25 മില്യൺ യൂറോയാണ് ഈ താരത്തിന് വേണ്ടി പോർച്ചുഗീസ് ക്ലബ്ബ് ചിലവഴിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തെ താരം അത് ബ്രസീലിയൻ താരമായ ഡഗ്ലസ് ലൂയിസ് ആണ്. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ യുവന്റസ് വിട്ടുകൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പോവാൻ ഇപ്പോൾ ഡഗ്ലസ് ലൂയിസ് തീരുമാനിച്ചിട്ടുണ്ട്. പല ക്ലബ്ബുകളും ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എവേർട്ടൺ, വെസ്റ്റ് ഹാം എന്നിവർക്കൊക്കെ താല്പര്യമുള്ള താരമാണ് ലൂയിസ്. എല്ലാ ഓപ്ഷനുകളും ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഏജന്റ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി അഞ്ചാമത്തെ താരം അത് ജെസ്സി ഡെറി എന്ന താരമാണ്. അതായത് ക്രിസ്റ്റൽ പാലസിന്റെ കേവലം 18 വയസ്സ് മാത്രമുള്ള താരമാണ് ജെസ്സി. ഈ വിങ്ങറെ ചെൽസി ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. 8ഓളം ക്ലബ്ബുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചെൽസി ഈ ഒരു യുവ പ്രതിഭയെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ താരം ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനിടയിലാണ് ചെൽസി ഇദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്തത്. ഇനി ആറാമത്തെ താരം അത് ക്രിസ്ത്യൻ മൊസ്കേരയാണ്. ഈ താരത്തെ ആഴ്സണൽ സ്വന്തമാക്കി കഴിഞ്ഞു. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. വലൻസിയയിൽ നിന്നും 15 മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് താരത്തെ ഗണ്ണേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഏഴാമത്തെ താരം അത് ടെർ സ്റ്റീഗൻ ആണ്. ഈ ഗോൾ കീപ്പർ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് FC ബാഴ്സലോണ വിടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ സർജറിക്ക് വിധേയനാകുന്നുണ്ടെന്നും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുമെന്നും ടെർ സ്റ്റീഗൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇനി എട്ടാമത്തെ താരം അത് ഇസാക്കാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് വിടാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം ഇസാക്ക് ഇപ്പോൾ ക്ലബിനെ അറിയിച്ചിട്ടുണ്ട്. ലിവർപൂൾ വീണ്ടും ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം എക്കിറ്റിക്കയുടെ ഒരു ഡീൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ചെൽസി ശ്രമങ്ങളിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. നിലവിൽ സാവി സിമൺസ് അതുപോലെ തന്നെ ജോറൽ ഹാറ്റോ എന്നിവർക്ക് വേണ്ടി മാത്രമാണ് ചെൽസി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരത്തെ ഇസാക്കിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ യുണൈറ്റഡും ഇപ്പോൾ പിൻവാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യക്ക് ഈ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. അൽ ഹിലാൽ ശ്രമിച്ചിരുന്നു. പക്ഷേ സൗദിയിലേക്ക് പോവാൻ താല്പര്യമില്ല എന്ന കാര്യം ഇസാക്ക് അറിയിക്കുകയായിരുന്നു. നിലവിൽ ഇസാക്ക് ലിവർപൂളിലേക്ക് തന്നെ എത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഇനി ഒൻപതാമത്തെ താരം അത് ജോൺ അരിയാസ് ആണ്. ഈ താരത്തിന്റെ കാര്യത്തിലുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിൽ നിന്നും ഈ പ്രതിഭയെ വോൾവ്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 18 മില്യൺ പൗണ്ടാണ് താരത്തിന് വേണ്ടി വോൾവ്സ് ചിലവഴിച്ചിട്ടുള്ളത്. ക്ലബിലെ 10ാം നമ്പർ ജേഴ്സിയാണ് ജോൺ അരിയാസ് ധരിക്കുക. ഇനി 10ാമത്തെ താരം അത് ചീമയാണ്. റയൽ മാഡ്രിഡിന്റെ യുവ താരമായിരുന്ന ഇദ്ദേഹത്തെ ജർമ്മൻ ക്ലബ്ബായ സ്റ്റുട്ട്ഗർട്ട് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 3 മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ തുക. താരത്തെ തിരികെ എത്തിക്കാനുള്ള ഒരു ക്ലോസ് ഇപ്പോൾ റയലിന് ലഭ്യമാണ്. കൂടാതെ ഭാവിയിൽ താരത്തെ മറ്റേതെങ്കിലും ക്ലബിന് കൈമാറുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ഫീയുടെ 50% റയലിന് അവകാശപ്പെട്ടതായിരിക്കും. അത്തരത്തിലുള്ള ഒരു ക്ലോസ് കൂടി അവിടെയുണ്ട്. ഇനി 11ാമത്തേത് ലുക്കാസ് പെറിയാണ്. ഈ ബ്രസീലിയൻ ഗോൾ കീപ്പർ ഫ്രഞ്ച് ക്ലബ്ബായ ലിയോൺ വിടുകയാണ്. പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലീഡ്സ് യുണൈറ്റഡ് ആണ് താരത്തെ സ്വന്തമാക്കുന്നത്. ഇക്കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 12 കോണർ ഗല്ലഗറുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ അത്ലറ്റിക്കോയിലാണ് അദ്ദേഹം കളിക്കുന്നത്. പക്ഷേ അവിടെ പ്രതീക്ഷിച്ച പോലെ ക്ലിക്കാവാൻ ഗല്ലഗർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യൂകാസിൽ യുണൈറ്റഡ്, ടോട്ടൻഹാം എന്നിവർ ഗല്ലഗറെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്.
13ാമത്തെ താരം അത് ആന്റണി ഗോർഡൻ ആണ്. പല ക്ലബ്ബുകളും ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആഴ്സണൽ വളരെ ശക്തമായിക്കൊണ്ട് ആന്റണി ഗോർഡന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 14 മാർക്ക് ഗ്യൂഹിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ താരത്തെ കൈവിടാൻ ക്രിസ്റ്റൽ പാലസ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വർഷം മാത്രം കരാർ അവശേഷിക്കുന്ന താരത്തിന് 45 മില്യൺ പൗണ്ടാണ് ഇപ്പോൾ വിലയായിക്കൊണ്ട് ക്ലബ്ബ് കണ്ടുവച്ചിട്ടുള്ളത്. ഇത്രയും വലിയ ഒരു തുക മാർക്കിന് വേണ്ടി മുടക്കേണ്ടതില്ല എന്നാണ് ലിവർപൂളിന്റെ ഒരു നിലപാട്. ലിവർപൂളിന് താല്പര്യമുള്ള താരമാണ് ഗ്യൂഹി. ഇനി 15ാമത്തെ താരം അത് വില്യം സാലിബയാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ റയലിന് താല്പര്യമുണ്ട് എന്നുള്ളത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ്. പക്ഷെ ഇദ്ദേഹത്തെ കൈവിടാൻ ആഴ്സണലിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സാലിബയുടെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ആഴ്സണൽ ഉള്ളത്. അത് ഫലം കാണും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അവർക്കുണ്ട്. ഇനി 16ാമത്തെ താരം അത് സാവി സിമൺസ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചെൽസി തുടരുകയാണ്. 70 മില്യൺ യൂറോ ലഭിച്ചാൽ മാത്രമാണ് സാവിയെ കൈവിടുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ ലീപ്സിഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 17ാമത്തെ താരം അത് കിമ്മാണ്. അതായത് ബയേണിന്റെ പ്രതിരോധ നിര താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കിമ്മിനെ കൈവിടാൻ ഈ ജർമ്മൻ ക്ലബ്ബ് ഒരുക്കമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം. ഇനി 18ാമത്തെ താരം അത് എബറിച്ചി എസെയാണ്. ക്രിസ്റ്റൽ പാലസിന്റെ താരമായ ഇദ്ദേഹം ക്ലബ്ബ് വിടുകയാണ്. ഗണ്ണേഴ്സിലേക്കാണ് ഇദ്ദേഹം പോകുന്നത്. ഇക്കാര്യം എസെ തൻ്റെ സുഹൃത്തുക്കളെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. 19ാമത്തെ താരം ഇബ്രാഹിമെ കൊനാറ്റയാണ്. ഈ താരത്തിന് വേണ്ടി റയൽ മാഡ്രിഡ് ഒരുപക്ഷെ ലാസ്റ്റ് മിനിറ്റ് ഓഫർ നൽകിയേക്കും എന്ന കാര്യം ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 50 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ വിലയായിക്കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു വർഷം മാത്രം കരാർ അവശേഷിക്കുന്ന ഈ താരത്തിന് വേണ്ടി ഇത്രയധികം വലിയ ഒരു തുക ചിലവഴിക്കാൻ റയൽ ഒരുക്കമല്ല. 25 മില്യൺ യൂറോക്ക് മുകളിൽ നൽകില്ല എന്ന നിലപാട് കൊനാറ്റയുടെ കാര്യത്തിൽ റയൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 20ാമത്തെ താരം അത് ഒല്ലി വാറ്റ്കിൻസ് ആണ്. ഈ താരത്തെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ട്. അവർ ആസ്റ്റൺ വില്ലയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ 60 മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിന്റെ വിലയായിക്കൊണ്ട് വില്ല പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും കുറയ്ക്കില്ല എന്ന നിലപാട് ഇപ്പോൾ ആസ്റ്റൺ വില്ല എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നൽകാൻ യുണൈറ്റഡ് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ 21ാമത്തെ താരം അത് ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ ആണ്. തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ആഗ്രഹിക്കുന്നത്. സിറ്റിയുമായുള്ള തൻ്റെ കോൺട്രാക്റ്റിലെ അവസാനത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ എഡേഴ്സൺ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. നേരത്തെ സിറ്റി വിടാനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇങ്ങനെ 21 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.